നമ്മള് പണം കൊടുത്തെന്താ ഒക്ടോബർ നവംബറിൽ കളിക്കുക. അതല്ലെങ്കിൽ നമ്മൾ സലാം പറയും. വേറെന്താ? ഒക്ടോബർ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അല്ല, നമ്മൾ ഈ വർഷത്തിൽ കളിച്ചില്ല, നമുക്കതിൽ താല്പര്യമില്ല. അല്ല, മറ്റൊന്നുമില്ല. നമ്മൾ പറഞ്ഞ സമയത്ത്, നമ്മൾ അഗ്രിമെന്റ് സൈൻ ചെയ്ത സമയത്ത് നിങ്ങൾ കളിക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല. വരാൻ പോകുന്ന ഇലക്ഷൻ സമയത്തൊക്കെ കളി വെച്ചൊരു ഇവിടെ പ്രശ്നം. പിന്നെ എന്തുകൊണ്ടാണ് കേരളമാണ് പിന്മാറിയെന്ന് അവർ പറയുന്നത്? ആര് പറയുന്നതെന്ന് വിശ്വാസ്യത ഇല്ലാത്തൊരു ചാറ്റാണ്. എങ്കിൽ അദ്ദേഹത്തോട് കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്ക് ഒരു കത്ത് തരാൻ പറ. ഞാൻ ഇപ്പോൾ കാണിച്ചു കൊടുത്തല്ലോ ധാരാളം ചാറ്റുകൾ ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. ഈ പറയുന്ന ലിയാൻഡ്രോന്റെ ചാറ്റുകൾ ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. അപ്പൊ മിനിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അവരുമായിട്ടല്ലേ? ഇതുവരെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല. ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ ആദ്യം ഞാൻ ഏഷ്യാനെറ്റോട് മാത്രമേ പറയാം. ആദ്യം പിന്നെ വർജൻ ടീമുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പുവെച്ചു, പണം കൊടുത്തു, ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിൽ അവർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, ആ പറഞ്ഞ ഡേറ്റിൽ വരികയാണെങ്കിൽ കേരളത്തിലേക്ക് കളി ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് വസ്തുത. സ്പോൺസർ എപ്പോഴെങ്കിലും കരാർലംഘനം നടത്തിയായിട്ട് കായിക വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതൊന്നും നമ്മൾ മറുപടി പറയേണ്ട കേസല്ല. നിലവിൽ നിങ്ങൾ എന്ത് വൃത്തികേടാ വിളിച്ചു പറയുന്നത്? നിങ്ങൾ പറയുന്നത് എന്താ? നിലവിൽ ഒരു കരാർ നിലനിൽക്കെ അതിന്റെ പണം അയച്ച ഒരു സ്പോൺസർ കരാർ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനെന്താ ഉത്തരം? അല്ല, അത് നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് പറഞ്ഞു. പക്ഷേ മിനിസ്റ്റർ പോയതുമായി ബന്ധപ്പെട്ടും ചെലവ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞു. ഇനി ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാൻ പറ്റും. സ്പോൺസർ അവരും തമ്മിലാണോ സംസ്ഥാന സർക്കാരും തമ്മിലാണോ? അവരും തമ്മിലാണോ? നിങ്ങൾ ആദ്യം ഇതേപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് പഠിക്കും. 3 പ്രാവശ്യം നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ടതിന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഈ കായിക വകുപ്പ് തന്നെ 2 തവണ ഈ സ്പോൺസർക്ക് നോട്ടീസ് അയച്ചിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത്. ഈ ചോദ്യം ഞങ്ങൾ അയച്ചിട്ടില്ല, ഞങ്ങൾ അറിയില്ല. ആരയച്ചു? കായിക വകുപ്പ് അങ്ങനെ നോട്ടീസ് അയച്ചോ? എനിക്കറിയില്ല. അല്ല, നേരത്തെ ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു ആര് പറഞ്ഞു? മിനിസ്റ്റർ ഉൾപ്പെടെ പ്രതികരിച്ചത് സ്പോൺസറുമായി. ആര് പറഞ്ഞു? അല്ല, ആര് പറഞ്ഞു എന്ന് പറയാം. നിങ്ങൾ വെറുതെ ചോദിക്കും. നിങ്ങൾ ചൂണ്ടലിട്ട് കൊത്തിക്കല്ല. ആദ്യം പറ, എന്താന്ന് പറയാം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടവങ്ങൾ കൃത്യമായും അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അനാവശ്യ ചോദ്യങ്ങൾക്ക്, നിങ്ങളെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ടതില്ല. ഇത് ഒന്നും പറയാം. ഇവിടെ പൊതുമുതൽ നശിപ്പിച്ചോ അല്ലെങ്കിൽ പൊതുമുതൽ എടുത്തോ ചെയ്യുന്നൊരു കളിയോ അല്ലെങ്കിൽ മാച്ചോ ഒന്നുമല്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഒറ്റ കാര്യം, അതായത് ഈ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എപ്പോഴാണ് പറയാൻ കഴിയുക ജനങ്ങളോട്? ഇതിന് എല്ലാം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ എന്തായാലും സ്വന്തമായി തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇതും കൂടി എനിക്കിഷ്ടമുള്ള കൊടുത്തോ, അതാണല്ലോ.